إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وعلى آله وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها المسلمون عباد الله ധാരാളം മാതാപിതാക്കളുടെ ഭാഗത്തു നിന്ന് അവരുടെ സന്താനങ്ങളുടെ കാര്യത്തിൽ സംഭവിക്കുന്ന ഗുരുതരമായ തിന്മയാണ്, ഗുരുതരമായ തെറ്റാണ് സന്താനങ്ങൾക്കിടയിൽ നീതി പാലിക്കാതിരിക്കുക എന്നത്. അത് മാതാവിന്റെ ഭാഗത്തു നിന്നാകട്ടെ പിതാവിന്റെ ഭാഗത്തു നിന്നാകട്ടെ തങ്ങളുടെ സന്താനങ്ങൾക്കിടയിൽ നീതി പാലിക്കുക എന്നത് അവരുടെ മേൽ നിർബന്ധമായ കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അവൻ സൃഷ്ടിച്ച ആകാശങ്ങളും ഭൂമിയും നിലനിൽക്കുന്നത് നീതിയിന്മേലാണ്. നീതി പാലിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് കൽപ്പിച്ചിട്ടുണ്ട്. ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ലി വൽ ഇഹ്സാനി വ ഈതാഇ ദിൽ ഖുർബാ വയൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകരി വൽ ബഗി യഇദുകും ലഅല്ലകും തദക്കറൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് കൽപ്പിച്ചിട്ടുള്ളത് നീതി പാലിക്കുവാനും നന്മ ചെയ്യുവാനും അടുത്ത കുടുംബ ബന്ധമുള്ളവർക്ക് കൊടുക്കുവാനും അവർക്ക് സഹായം ചെയ്യുവാനും വേണ്ടിയാണ്. وقال نبينا عليه الصلاة والسلام إن المقسطين عند الله على منابر من نور. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തീർച്ചയായും ഇന്നൽ മുഖ്സിതീൻ ഇന്നൽ ആദിലീൻ, നീതി പാലിക്കുന്നവർ അല്ലാഹുവിന്റെ അടുക്കൽ പ്രകാശങ്ങളുടെ മിമ്പറിന്മേലായിരിക്കും. സ്വന്തം കുടുംബങ്ങളിലും തങ്ങളുടെ കീഴിലുള്ള ചുമതല ഏൽപ്പിക്കപ്പെട്ടവരുടെ കാര്യത്തിലും നീതി പാലിക്കുന്നവർ ഖിയാമത്ത് നാളിൽ നാളെ അല്ലാഹുവിന്റെ അടുക്കൽ പ്രകാശങ്ങളുടെ മിമ്പറിന്മേലായിരിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. സന്താനങ്ങൾക്കിടയിൽ നീതി പാലിക്കാതിരിക്കുക എന്നത് അത് ഗുരുതരമായ ഷർറുകളിലേക്ക് കൊണ്ടുചെന്നെത്തിക്കുന്നതാണ്, അത് ഗുരുതരമായ തിന്മകളിലേക്ക് എത്തിക്കുന്നതാണ്. സന്താനങ്ങൾക്കിടയിലുള്ള പരസ്പരമുള്ള വിദ്വേഷവും വെറുപ്പും പകയും അതുപോലെ തന്നെ അവർക്കിടയിൽ പരസ്പരമുള്ള കലഹങ്ങളിലേക്കും അത് കൊണ്ടുചെന്നെത്തിക്കും. ഒരുപക്ഷെ ചിലപ്പോൾ അത് കൊലപാതകങ്ങളിലേക്ക് കൊണ്ടുചെന്നെത്തിക്കും. മാതാപിതാക്കളുടെ ഭാഗത്തുനിന്ന് സംഭവിക്കുന്ന അപകടകരമായ ഗുരുതരമായ വീഴ്ചയാണത്, സന്താനങ്ങൾക്കിടയിൽ നീതി പാലിക്കാതിരിക്കുക എന്നത്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ കിതാബിൽ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഖിസ്സ നമുക്ക് വിവരിച്ചു നൽകുന്നത്. അദ്ദേഹത്തിന്റെ സഹോദരങ്ങളുമായി കൊണ്ടുള്ള ആ സംഭവം, അദ്ദേഹത്തിന്റെ പിതാവിന് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിനോടും അദ്ദേഹത്തിന്റെ സഹോദരനോടുമാണ് തങ്ങളെക്കാൾ കൂടുതൽ സ്നേഹമുള്ളത്, ഇഷ്ടമുള്ളത് എന്ന് അദ്ദേഹത്തിന്റെ സഹോദരങ്ങൾക്ക് തോന്നി. അവർ അപ്രകാരം കണ്ടു. അങ്ങനെ തന്റെ സഹോദരനെതിരിൽ, യൂസുഫിനെതിരിൽ അവർ തന്ത്രങ്ങൾ മെനഞ്ഞു. അദ്ദേഹത്തെ കൊലപ്പെടുത്താൻ അവർ തീരുമാനിച്ചു. ഖാലല്ലാഹു അസ്സ വജൽ ഇദ് ഖാലൂ ലയൂസുഫു വഅഖൂഹു അഹബ്ബു ഇലാ അബീനാ മിന്നാ വനഹ്നു ഉസ്ബത്തുൻ ഇന്ന അബാനാ ലഫീ ളലാലിൻ മുബീൻ. അവർ പറഞ്ഞു, തീർച്ചയായും നമ്മുടെ പിതാവിന് യൂസുഫിനോടും അവന്റെ സഹോദരനോടുമാണ് കൂടുതൽ സ്നേഹമുള്ളത്. നമ്മളാകട്ടെ ഒരു സംഘമാണ്, തീർച്ചയായും നമ്മുടെ പിതാവ് വഴികേടിലാണ് എന്നവർ പറഞ്ഞു. ഉഖ്തുലൂ യൂസുഫ വിത്തറഹൂഹു അർദൻ ഉഖ്തുലൂ യൂസുഫ വിത്തറഹൂഹു അർദൻ യഖ്ലു ലക്കും വജ്ഹു അബീക്കും വതകൂനൂ മിൻ ബഅദിഹി ഖൗമൻ സാലിഹീൻ. അവർ പറയുകയാണ്, യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ കൊലപ്പെടുത്തണം, യൂസുഫിനെ നിങ്ങൾ കൊലപ്പെടുത്തുക, അല്ലെങ്കിൽ അവനെ വല്ല ഭൂപ്രദേശത്തും വിട്ടേക്കുക എന്നവർ തീരുമാനിച്ചു.
എന്നാൽ അവരുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ലവനായിട്ടുള്ളവൻ പറഞ്ഞു, ഖാല ഖായിലുൻ മിൻഹും ലാ തഖ്തുലു യൂസുഫ്, നിങ്ങൾ യൂസുഫിനെ കൊലപ്പെടുത്തരുത്. വൽഖൂഹു ഫീ ഗയാബത്തിൽ ജുബ് യൽതഖിത്ഹു ബഅദു സയ്യാറതി ഇൻ കുൻതും ഫാഇലീൻ, നിങ്ങൾ യൂസുഫിനെ കൊലപ്പെടുത്തരുത്. അവന്റെ കാര്യത്തിൽ നിങ്ങൾ വല്ലതും പ്രവർത്തിക്കാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ അവനെ നിങ്ങൾ ഒരു കിണറ്റിലിട്ടേക്കുക, വല്ല യാത്രാ സംഘവും അവനെ കണ്ടെത്തിക്കൊള്ളും. അങ്ങനെ അവർ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ കിണറ്റിലെറിയുകയാണ്. എന്താണ് തന്റെ സഹോദരനെതിരിൽ ഈ ഒരു പ്രവർത്തനത്തിലേക്ക് അവരെ കൊണ്ടുചെന്ന് എത്തിച്ചത്? എന്താണ്? അവർ ഊഹിച്ചൊരു കാര്യമാണ്. തങ്ങളുടെ പിതാവിന് തങ്ങളെക്കാളും ഇഷ്ടം, തങ്ങളെക്കാളും സ്നേഹമുള്ളത് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിനോടും അവന്റെ സഹോദരനോടുമാണ്. ഈ ഒരു വിചാരമാണ്, ഊഹമാണ് അവരെ അതിലേക്ക് കൊണ്ടുചെന്നെത്തിച്ചത്. സന്താനങ്ങൾക്കിടയിൽ നീതി പാലിക്കാതിരിക്കുക എന്നത് ഗുരുതരമായ തെറ്റുകളിലേക്ക് കൊണ്ടുചെന്നെത്തിക്കും. ജാഫി സ്വഹീഹൈൻ മിൻ ഹദീസി നുഅ്മാൻ ഇബ്നു ബശീർ റളിയല്ലാഹു തആല അൻഹു അന്നഹു ഖാൽ അഅതാനി അബി അത്തിയ. നുഅ്മാൻ ഇബ്നു ബശീർ റളിയല്ലാഹു അൻഹു പറയുന്നു, എന്റെ പിതാവ് എനിക്കൊരു സമ്മാനം നൽകി. അഅതാനി അബി അത്തിയ. ഫഖാലത് അംറതു ബിൻത് റവാഹ, അംറത്ത് ബിൻത് റവാഹ റളിയല്ലാഹു അൻഹാ ഇപ്രകാരം പറഞ്ഞു, മാ അർദാ ഹത്താ തുഷ്ഹിദ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, താങ്കൾ ഈ കാര്യത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമെ സാക്ഷിയാക്കുന്നതുവരെ ഞാൻ ഇതിൽ തൃപ്തിപ്പെടുകയില്ല. ഫതൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അങ്ങനെ അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലെത്തി. ഫഖാല ഇന്നി അഅതൈതു ഇബ്നി മിൻ അംറത ബിൻതി റവാഹ അത്തിയ. അദ്ദേഹം പറയുകയാണ്, അതായത് അദ്ദേഹത്തിന്റെ പിതാവ് നുഅ്മാൻ ഇബ്നു ബശീർ റളിയല്ലാഹു അൻഹു പിതാവായ ബശീർ ഇബ്നു സഅദ് അൽ അൻസാരി റളിയല്ലാഹു അൻഹു, അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ ചെന്നുകൊണ്ട് പറയുകയാണ്, ഞാൻ എന്റെ മകന് അംറത്ത് ബിൻ റവാഹയിലുള്ള എന്റെ മകന് ഞാൻ ഒരു സമ്മാനം നൽകി. ഫഅമറത്നി അൻ ഉഷ്ഹിദക യാ റസൂലല്ലാഹ്, അവൾ ആവശ്യപ്പെടുകയാണ്, അംറത്ത് ബിൻ റവാഹ റളിയല്ലാഹു അൻഹു ആവശ്യപ്പെടുകയാണ്, താങ്കളെ ഈ കാര്യത്തിൽ സാക്ഷിയാക്കുന്നത് വരെ അവർ ഈ കാര്യത്തിൽ തൃപ്തിപ്പെടുകയില്ല. അങ്ങനെ താങ്കളെ സാക്ഷിയാക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നിട്ടുള്ളത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അദ്ദേഹം പറയുകയാണ്. ബശീർ ഇബ്നു സഅദ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ച ചോദ്യം എന്താണ്? ഫഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം അഅതൈത സായിറ വലദിക മിസ്ല ഹാദാ, നിന്റെ മറ്റു മക്കൾക്കും ഇതുപോലെയുള്ള സമ്മാനം നീ നൽകിയോ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചത്. ഫഖാല ലാ, അദ്ദേഹം പറഞ്ഞു ഇല്ല. فقال صلى الله عليه وسلم فاتقوا الله واعدلوا بين اولادكم, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊള്ളുക, നിങ്ങളുടെ സന്താനങ്ങളുടെ കാര്യത്തിൽ നിങ്ങൾ നീതി പാലിക്കുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. വഫീ റിവായത്തിൻ ഉഖ്റ ഫലാ തുഷ്ഹിദിനി അലാ ജൗർ അയ അലാ ദുൽ, അങ്ങനെയെങ്കിൽ ഒരു അക്രമത്തിന്, അനീതിക്ക് നിങ്ങൾ എന്നെ സാക്ഷിയാക്കരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബശീർ ഇബ്നു സഅദ് റളിയല്ലാഹു അൻഹു പറയുകയും അദ്ദേഹം ആ സമ്മാനം തന്റെ മകന് നൽകാതെ തിരിച്ചു പോരുകയുമാണ് ഉണ്ടായിട്ടുള്ളത്. അതായത് എല്ലാവരും നിന്റെ സന്താനങ്ങളാണ്, ഒരൊറ്റ പിതാവിൽ നിന്നുള്ള മക്കളാണ്. അവരിൽ ഒരാളെയും മറ്റൊരാളോട് അതിനേക്കാൾ കൂടുതലായിക്കൊണ്ട് നീ ശ്രേഷ്ഠത നൽകരുത്, ഫദ്ല് നൽകരുത്. അതാണാകട്ടെ പെണ്ണാകട്ടെ, ആൺകുട്ടികളാകട്ടെ പെൺകുട്ടികളാകട്ടെ, എല്ലാവരും നിന്റെ സന്താനങ്ങളാണ്. ആ കാര്യത്തിൽ നീ നീതി പാലിക്കാൻ ബാധ്യസ്ഥനാണ്. നീ നീതി പാലിക്കാതിരുന്നുകൂടാ. ഇന്ന് മാതാപിതാക്കൾ എത്ര ആളുകളാണ് അവർ സന്താനങ്ങളുടെ കാര്യത്തിൽ സങ്കടപ്പെടുന്നത്, സന്താനങ്ങളുടെ കാര്യത്തിൽ ആവലാതിപ്പെടുന്നത്, വേവലാതിപ്പെടുന്നത്. എന്റെ മകൻ എന്നെ അനുസരിക്കുന്നില്ല, എന്നോട് അക്രമം പ്രവർത്തിക്കുന്നു, എനിക്ക് ഖിദ്മത്ത് ചെയ്യുന്നില്ല. അതിന്റെ ഏറ്റവും ഒന്നാമത്തെ കാരണം മാതാപിതാക്കൾ തന്നെയാണ്. അവർ അവരുടെ സന്താനങ്ങൾക്കിടയിൽ നീതി പാലിക്കുന്നില്ല. അവൻ കാണുകയാണ് തന്റെ പിതാവിന്, തന്റെ മാതാവിന് തന്നെക്കാളും ഇഷ്ടം തന്റെ മറ്റു സഹോദരങ്ങളോടാണ്. അങ്ങനെ ആ കുട്ടി വളർന്നു വരികയും പ്രായപൂർത്തിയാകുകയും ചെയ്യുമ്പോൾ അവൻ മനസ്സിലാക്കുകയാണ് തന്റെ പിതാവിന്, തന്റെ മാതാവിന് തന്നെക്കാളും പ്രിയം, തന്നെക്കാളും ഇഷ്ടം തന്റെ മറ്റു സഹോദരങ്ങളാണ്. ആ നിലക്ക് തന്റെ മാതാവിനോട് അവൻ അനുസരണക്കേട് കാണിക്കുന്നു, തന്റെ മാതാവിനെ, പിതാവിനെ അവൻ ഉപദ്രവിക്കുന്നു. ഏറ്റവും അതിന്റെ ഏറ്റവും മൂല കാരണം എന്ന് പറയുന്നത് മാതാപിതാക്കൾ സന്താനങ്ങൾക്കിടയിൽ നീതി പാലിക്കാത്തതാണ്. جاء في حديث أنس بن مالك رضي الله عنه عند الإمام بزار أنه قال أن كان رجل عند النبي صلى الله عليه وسلم فجاء ابن له, ഒരു മനുഷ്യൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ഇരിക്കുകയാണ്.
ആ സമയത്ത് അദ്ദേഹത്തിന്റെ അടുക്കലേക്ക് അദ്ദേഹത്തിന്റെ ഒരു മകൻ വന്നു. ഫഖബ്ബലഹു ഫവദഅ അലാ ഫഖദിഹി. അങ്ങനെ ആ മകനെ എടുത്തുകൊണ്ട് അദ്ദേഹം ചുംബിച്ചു, തന്റെ മടിയിലിരുത്തി. ഫജാഅത് ബിൻതി ഇബ്നതുൻ ലഹ്. പിന്നെ കുറച്ചു കഴിഞ്ഞ് തന്റെ മകൾ വന്നു. ഫവദഅഹാ ബൈന യദൈ. ആ മകളെ മടിയിലിരുത്താതെ തന്റെ മുന്നിലിരുത്തിയ മനുഷ്യൻ فقال صلى الله عليه وسلم فهلا عدلت بينهما فهلا سويت بينهما. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ മനുഷ്യനോട് ചോദിക്കുകയാണ്, ഈ രണ്ട് സന്താനങ്ങൾക്കിടയിൽ നിനക്ക് നീതി പാലിച്ചുകൂടെ, അവർക്കിടയിൽ നിനക്ക് തുല്യത കാണിച്ചുകൂടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുകയാണ്. അപ്പൊ സന്താനങ്ങൾക്കിടയിൽ നീതി പാലിക്കാതിരിക്കുക എന്നത് ഗുരുതരമായ തെറ്റിലേക്ക്, പല ശർറുകളിലേക്ക് മനുഷ്യനെ കൊണ്ടു ചെന്നെത്തിക്കുന്നതാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നേരത്തെ പറഞ്ഞു ഉസ്മാൻ ഇബ്നു ബശീർ റളിയല്ലാഹു അൻഹു ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുകയാണ്, അമാ യുസുറുക അൻ യകൂനു ലക ഫിൽ ബിർരി സവാ. നിന്റെ സന്താനങ്ങളെല്ലാം അവരെല്ലാവരും നിന്നോട് നന്മ ചെയ്യുന്ന കാര്യത്തിൽ തുല്യരായിരിക്കണമെന്ന് നീ ആഗ്രഹിക്കുന്നില്ലേ? അത് നീ ഇഷ്ടപ്പെടുന്നില്ലേ? ആ കാര്യത്തിൽ നീ സന്തോഷിക്കുന്നില്ലേ? എല്ലാ സന്താനങ്ങളും നിന്നോട് നന്മ ചെയ്യുന്ന കാര്യത്തിൽ തുല്യരാണ് എന്നതിൽ നീ സന്തോഷിക്കുന്നില്ലേ? അദ്ദേഹം പറയുന്നു, തീർച്ചയായും ബല. എങ്കിൽ ഇദൻ ഫല. അങ്ങനെയാണെങ്കിൽ നീ ഒരുവന് മാത്രമായി കൊണ്ട് നീ സമ്മാനം നൽകരുത്. അങ്ങനെ അദ്ദേഹം തന്റെ സമ്മാനവുമായി കൊണ്ട് മടങ്ങിപ്പോകുകയാണ്. സഹോദരങ്ങളെ, ഇത് ഒരുവന് തന്റെ സന്താനങ്ങളിൽ ചിലർക്ക് മാത്രമായി കൊണ്ട് സമ്മാനം നൽകുന്ന കാര്യത്തിലാണ്. എന്നാൽ അതേസമയം സന്താനങ്ങളുടെ കാര്യത്തിൽ ചെലവഴിക്കുന്ന വിഷയത്തിൽ ചിലർക്ക് മറ്റു ചിലരുടെ കാര്യത്തിൽ ഇല്ലാത്തതുപോലെ ചില സന്താനങ്ങളുടെ കാര്യത്തിൽ മാത്രമായി കൊണ്ട് ചെലവഴിക്കാം. അതായത് തന്റെ സന്താനങ്ങളിൽ ഒരുവന് വസ്ത്രത്തിന് ആവശ്യം വന്നു, മറ്റു സന്താനങ്ങൾക്ക് വസ്ത്രമുണ്ട് എങ്കിൽ വസ്ത്രമില്ലാത്തവന് മാത്രമായി കൊണ്ട് വസ്ത്രം നൽകാം, വസ്ത്രമുള്ളവന് വസ്ത്രം നൽകാതിരിക്കുകയും ചെയ്യാം. അത് അനീതിയല്ല, അത് അനുവദനീയമാണ്. എന്നാൽ നീ നിന്റെ സന്താനങ്ങൾക്ക് സമ്മാനം നൽകുകയാണെങ്കിൽ, സ്വതക്ക നൽകുകയാണെങ്കിൽ, തീർച്ചയായും അത് ആൺകുട്ടികളാകട്ടെ പെൺകുട്ടികളാകട്ടെ എല്ലാവർക്കും തുല്യമായി കൊണ്ട് നൽകാൻ നിന്റെ മേലെ ബാധ്യതയാണ്. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് നീതി പാലിക്കാൻ കൽപ്പിച്ച കാര്യങ്ങളിൽപ്പെട്ടതാണ്. വഫഖല്ലാഹുൽ ജമീഅ ലിമാ യുഹിബ്ബുഹു വയർളാ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ والعاقبة للمتقين ولا عدوان إلا على الظالمين ونصلي ونسلم على سيد الأنبياء والمرسلين وعلى آله وأصحابه ومن تبعهم بإحسان إلى يوم الدين. أيها المسلمون عباد الله. മാതാപിതാക്കൾ അവരുടെ സന്താനങ്ങൾക്കിടയിൽ നീതി പാലിക്കാതിരിക്കാൻ ഒരുപാട് ദുർബലമായിട്ടുള്ള വാദങ്ങളും ന്യായങ്ങളും പറയുന്നവരാണ്. അവർ പറയുകയാണ്, എന്റെ മകൻ എന്നോട് അനുസരണ കാണിക്കുന്നില്ല, അവൻ എനിക്ക് നന്മ ചെയ്യുന്നില്ല, അവൻ പണിയെടുക്കുന്നില്ല, അതിന്റെ പേരിൽ അവനോട് അവർ അനീതി കാണിക്കുകയാണ്, നീതി പാലിക്കുന്നില്ല സന്താനങ്ങൾക്കിടയിൽ. തീർച്ചയായും മാതാപിതാക്കൾക്ക് നന്മ ചെയ്യലും അവരെ പരിചരിക്കലും അവരെ ശുശ്രൂഷിക്കലും അല്ലാഹു സുബ്ഹാനഹു വ തആല മക്കളുടെ മേൽ നിർബന്ധമായി കൊണ്ട് ബാധ്യത ഏൽപ്പിച്ചിട്ടുള്ളതാണ്. അത് അല്ലാഹുവിന്റെ മുമ്പിൽ അവനോ അല്ലാഹുവിനോടുള്ള ഖുർബത്താണ്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മക്കളുടെ മേൽ വാജിബാക്കിയ കാര്യങ്ങൾ അവർ പ്രവർത്തിക്കുന്നില്ല എന്നതിന്റെ പേരിൽ അവരോട് അനീതി കാണിക്കാൻ നിനക്ക് പാടുള്ളതല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന്റെ പേരിൽ നിന്നെ നാളെ ചോദ്യം ചെയ്യുന്നതാണ്. ഇത്തരത്തിലുള്ള ദുർബലമായിട്ടുള്ള ന്യായങ്ങളൊന്നും അല്ലാഹുവിന്റെ മുമ്പിൽ വിലപ്പോകുകയില്ല. ബഷീർ ഇബ്നു സഅദ് റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചില്ല, നിന്റെ മറ്റു മക്കളുടെ കാര്യം എന്താണ്? അവർ നിന്നോട് നന്മ ചെയ്യുന്നവരാണോ? അവർ നിന്നെ അനുസരിക്കുന്നവരാണോ? അവർ നിനക്ക് ഖിദ്മത്ത് ചെയ്യുന്നവരാണോ? തുടങ്ങിയ കാര്യങ്ങളൊന്നും ബഷീർ ഇബ്നു സഅദ് റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചില്ല. നേരെ മറിച്ച് ചോദിച്ചത് ഇത്ര മാത്രമാണ്, അഅതൈത സായിറ വലദിക മിസ്ല ഹാദാ, ഇതേപോലെയുള്ള സമ്മാനം നിന്റെ മറ്റു സന്താനങ്ങൾക്കും നീ നൽകിയോ എന്ന് മാത്രമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചത്.
നിന്റെ സന്താനങ്ങളിൽ ചിലർ നിന്നോട് അങ്ങേയറ്റം നന്മ പ്രവർത്തിക്കുന്നവരാണ്, നിന്നെ അങ്ങേയറ്റം അനുസരിക്കുന്നവരാണ്, അങ്ങേയറ്റം നല്ല സ്വഭാവത്തിനുടമയാണ്, നല്ല പെരുമാറ്റത്തിനുടമയാണ്. തീർച്ചയായും അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്ന് നിനക്കുള്ള ഫദ്ലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നിനക്ക് നൽകിയിട്ടുള്ള ഔദാര്യമാണത്, നിനക്ക് നൽകിയിട്ടുള്ള സമ്മാനമാണത്. ഒരിക്കലും നിന്റെ സന്താനങ്ങൾ എല്ലാവരും ഒരുപോലെ ആയിരിക്കുകയില്ല, മനുഷ്യരെല്ലാവരും ഒരുപോലെ ആയിരിക്കുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ അഹും യഖ്സിമൂന റഹ്മത റബ്ബിക് നഹ്നു ഖസംനാ ബൈനഹും മഈശതഹും ഫിൽ ഹയാത്തിദ് ദുനിയ വറഫഅനാ ബഅദഹും ഫൗഖ ബഅദിൻ ദറജാത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ചിലരെ മറ്റു ചിലരേക്കാൾ പദവികൾ ഉയർത്തുന്നത്. ഒരിക്കലും നിന്റെ സന്താനങ്ങൾ എല്ലാവരും ഒരുപോലെ ആയിരിക്കുകയില്ല. അവരിൽ നിന്നോട് അങ്ങേയറ്റം നന്മ പ്രവർത്തിക്കുന്നവരുണ്ടാകും, അങ്ങേയറ്റം നിനക്ക് ഖിദ്മത്ത് ചെയ്യുന്നവരുണ്ടാകും, നിന്നെ അങ്ങേയറ്റം അനുസരിക്കുന്നവരുണ്ടാകും, സ്വഭാവത്തിന്റെ കാര്യത്തിൽ അങ്ങേയറ്റം ഉയർന്ന നിലയിലിരിക്കുന്നവരുണ്ടാകും, പെരുമാറ്റത്തിന്റെ കാര്യത്തിലും. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല നിനക്ക് അവർക്ക് നൽകുന്ന ഫദ്ലാണ്, ശ്രേഷ്ഠതയാണ്. അല്ലാഹു തആലയാണ് അവരെ പല ദറജകളായി തിരിച്ചിട്ടുള്ളത്. നീ നോക്കുക എങ്ങനെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ചിലരെ മറ്റു ചിലരേക്കാൾ ശ്രേഷ്ഠരാക്കിയിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്നുള്ള ഖിസ്മത്താണത്, അവന്റെ ഓഹരിയാണ്, അവന്റെ റഹ്മത്തിന്റെ ഓഹരിയാണത്. അഹും യഖ്സിമൂന റഹ്മത റബ്ബിക് നഹ്നു ഖസംനാ ബൈനഹും മഈശതഹും ഫിൽ ഹയാത്തിദ് ദുനിയ. അല്ലാഹു തആല റിസ്കിനെ ഓഹരിയാക്കുന്നത് പോലെ തന്നെ അഖ്ലാഖിനെയും ഖുലുഖിനെയും സ്വഭാവത്തെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ഓഹരിയാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ന്യായങ്ങൾ ഒന്നും കൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല മുന്നിൽ നാളെ നിനക്ക് ഉത്തരം നൽകാൻ സാധിക്കുന്നതല്ല. നിന്നോട് നിന്റെ സന്താനങ്ങൾ അനീതി പ്രവർത്തിക്കുന്നുവെങ്കിൽ, നിന്നോട് അവർ നീതികേട് കാണിക്കുന്നുവെങ്കിൽ, നിന്നോട് അനുസരണക്കേട് കാണിക്കുന്നുവെങ്കിൽ, ഏറ്റവും ആദ്യമായിക്കൊണ്ട് നീ അവരുടെ കാര്യത്തിൽ, നിന്റെ സന്താനങ്ങളുടെ കാര്യത്തിൽ നീ തന്നെയാണ് അവരോട് നീതി പാലിക്കാതിരുന്നത്, നീതികേട് കാണിച്ചത് നീ തന്നെയാണ്. അതുകൊണ്ടാണ് അവർ നിന്നോട് അക്രമം പ്രവർത്തിക്കുന്നത്, അവർ നിന്നെ ഉപദ്രവിക്കുന്നത്. നേരെ മറിച്ച് നീ അവരോട് നീതി പാലിക്കുകയാണെങ്കിൽ, നീ അവർക്കിടയിൽ നീതികേട് കാണിക്കാതിരിക്കുകയാണെങ്കിൽ തീർച്ചയായും അവർ നിന്നോട് നീതി പാലിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ അമാ യുസുറുക യകൂനു ലക ഫിൽ ബിർരി സവാ. നിന്റെ സന്താനങ്ങൾ എല്ലാവരും നിന്നോട് പുണ്യം ചെയ്യുന്ന കാര്യത്തിൽ, നന്മ ചെയ്യുന്ന കാര്യത്തിൽ ഒരുപോലെ നിന്നോട് നന്മ ചെയ്യുന്നത് നീ ആഗ്രഹിക്കുന്നില്ലേ? അത് നീ സന്തോഷിക്കുന്നില്ലേ? അങ്ങനെയാണെങ്കിൽ നീ നിന്റെ സന്താനങ്ങൾ എല്ലാവരോടും ഒരുപോലെ നീതി കാണിക്കുക, അവർക്കിടയിൽ നീ നീതിയോടുകൂടി വർത്തിക്കുക. മാതാപിതാക്കൾ തീർച്ചയായും ഇക്കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇല്ല എങ്കിൽ അത് ഗുരുതരമായ തിന്മകളിലേക്ക്, ഒരുപാട് ഗുരുതരമായ ഷർറുകളിലേക്ക്, അപകടകരമായിട്ടുള്ള തിന്മകളിലേക്ക് അത് കൊണ്ടു ചെന്നെത്തിക്കുന്നതാണ്. നീ നിന്റെ സന്താനങ്ങൾക്കിടെ നീതി പാലിച്ചു കഴിഞ്ഞാൽ നാളെ ഖിയാമത്ത് നാളിൽ അല്ലാഹുവിന്റെ മുമ്പിൽ, അല്ലാഹുവിന്റെ അടുക്കൽ പ്രകാശത്തിന്റെ മിമ്പറിന്മേലായിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ ഇന്നൽ മുഖ്സിതീന ഇൻദല്ലാഹി അലാ മനാബിറ മിൻ നൂർ. തീർച്ചയായും നീതി പാലിക്കുന്നവർ, തങ്ങളുടെ കുടുംബങ്ങളിലും തങ്ങളുടെ കീഴിലുള്ള ചുമതലയേൽപ്പിക്കപ്പെട്ടവരുടെ കാര്യത്തിലും നീതി പാലിക്കുന്നവർ അലാ മനാബിറ മിൻ നൂർ, ഖിയാമത്ത് നാളിൽ അവർ പ്രകാശങ്ങളുടെ മിമ്പറിന്മേലായിരിക്കും. ഫസലുല്ലാഹിൽ അലിയിൽ അദീം ബിമനിഹി വകറമിഹി വഫദ്ലിഹി വഇഹ്സാനിഹി അൻ യുവഫിഖനാ വഇയ്യാകും കുല്ല ഖൈർ വഅൻ യുജന്നിബനാ വഇയ്യാകും കുല്ല ശർരിൻ മദൈർ. اللهم آت نفوسنا تقواها وزكها أنت خير من زكاها أنت وليها ومولاها. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ودمر أعداءك أعداء الدين. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا.